ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ്. ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദ്ര ഇൻസിഡന്റിനെ കുറിച്ചും തുടർന്ന് കലാപത്തിലുണ്ടായ ഭീകര സംഭവങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു. എല്ലാവർക്കും സായി കേരള അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മതേതരത്വത്തിന് ലോകത്തിനു മുന്നിൽ ഏറ്റവും അധികം വിള്ളലേൽപ്പിച്ച സംഭവമാണ് ഗോദ്ര ട്രെയിൻ ഇൻസിഡന്റും അതേ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും. 2002 ഫെബ്രുവരി മാസത്തിൽ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പൂർണ്ണഹൂതി മഹായജ്ഞം നടക്കുകയായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഭൂരിഭാഗം തീർത്ഥാടകരും കർസേവകരും ഈ യജ്ഞത്തിൽ പങ്കെടുത്ത ശേഷം തിരികെ പോയിരുന്നത് സബർമതി എക്സ്പ്രസ് എന്ന ട്രെയിനിലായിരുന്നു. 2002 ഫെബ്രുവരി 27-ാം തീയതി അയോധ്യ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യാത്രക്കാർ 10 കുട്ടികൾ ഉൾപ്പെടെ 59 പേർ ഈ ട്രെയിനിനുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മരണമടഞ്ഞു. ഈ ദാരുണമായ സംഭവമാണ് 2002-ലെ ഗോദ്ര ട്രെയിൻ ഇൻസിഡന്റ്. ദൃക്സാക്ഷികളുടെയും അന്വേഷണ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഈ സംഭവം വിവരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. 2002 ഫെബ്രുവരി മാസം 27-ാം തീയതി രാവിലെ 7:30 സബർമതി എക്സ്പ്രസ് ഗുജറാത്തിലെ ഗോദ്രയിൽ എത്തിച്ചേരുന്നു. ട്രെയിനിലെ യാത്രക്കാരും റെയിൽവേ സ്റ്റേഷനിലെ ചെറുകിട കച്ചവടക്കാരും തമ്മിൽ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയും അത് ഇവർ തമ്മിൽ ചെറിയൊരു വയലൻസ് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തു. കച്ചവടക്കാർ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും യാത്രക്കാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയും ഏതാണ്ട് 1/2 കിലോമീറ്ററോളം എത്തിയപ്പോഴേക്കും ട്രെയിനിന്റെ ചങ്ങല വലിക്കപ്പെടുകയും ചെയ്തു. ട്രെയിൻ നിന്നപ്പോഴേക്കും സമീപവാസികളായ 1500-ഓളം പേർ ട്രെയിനിനെ ആക്രമിക്കുകയും തുടർന്ന് ട്രെയിനിന് തീപിടിക്കുകയും ചെയ്തു. അക്രമികൾ ട്രെയിനിന് നേരെ കല്ലെറിയുകയും തുണി മണ്ണെണ്ണയിൽ മുക്കി തീ കത്തിച്ച് ട്രെയിനിനുള്ളിൽ എറിയുകയും ചെയ്തു എന്നാണ് അന്വേഷണ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ചിലർ ട്രെയിനിനുള്ളിൽ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തിയതായും പറയപ്പെടുന്നു. ട്രെയിനിന്റെ 2 കോച്ചുകൾക്കാണ് പ്രധാനമായും തീപിടുത്തമുണ്ടായത്. 59 പേർ ദാരുണമായി മരണമടയുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പല കമ്മീഷനുകൾ നിയമിക്കപ്പെടുന്നതായി കാണാം. റെയിൽവേ മന്ത്രാലയം നിയോഗിച്ച ബാനർജി കമ്മീഷൻ ഈ ട്രെയിനിലെ തീപിടുത്തം ഒരു അപകടമാണെന്നും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണം അല്ലായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഗുജറാത്ത് സർക്കാർ നിയമിച്ച നാനാവതി മേത്ത കമ്മീഷൻ ഗോദ്ര ഇൻസിഡന്റ് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാണെന്ന് റിപ്പോർട്ട് നൽകി. അങ്ങനെ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാണെന്ന് കാണാൻ സാധിക്കും. ആ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹം മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരുമായി ഈ സ്ഥലം അന്ന് തന്നെ സന്ദർശിക്കുകയും ഈ സ്ഥലത്തു നിന്നും മൃതദേഹങ്ങളെല്ലാം അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഗോദ്രയിൽ നിന്നും 130 കിലോമീറ്റർ അകലെയാണ് അഹമ്മദാബാദ് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ഈ സംഭവം നടക്കുന്നതിനിടയിൽ ഗുജറാത്തിലെ മീഡിയകളെല്ലാം ഈ സംഭവത്തിന് വലിയ പ്രചാരം നൽകുകയും അതോടൊപ്പം ഗുജറാത്തിലെ പല നേതാക്കന്മാരും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പല പ്രസ്താവനകളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിന് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുണ്ടെന്നുള്ള പ്രസ്താവനകളും മുന്നോട്ട് വന്നു. മാത്രമല്ല പിറ്റേ ദിവസമായ ഫെബ്രുവരി 28-ാം തീയതി ഗുജറാത്തിൽ ബന്ദ് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഒരു സാമൂഹിക അനിശ്ചിതത്വത്തിലേക്ക് ഗുജറാത്തിനെ നയിക്കുകയും അങ്ങനെ ഒരു വലിയ വർഗീയ കലാപത്തിലേക്ക് ഗുജറാത്ത് വഴുതി വീഴുകയുമായിരുന്നു. എന്തായാലും ഗോദ്ര ദുരന്തത്തിന്റെ പരിണിത ഫലമായി പൊട്ടിപ്പുറപ്പെട്ട കലാപമാണ് ഗുജറാത്ത് കലാപം. ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ 2000-ത്തിലധികം പേർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടതായി അനൗദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും അതിദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു നരോദ പാട്ടിയ വയലൻസ്, ഗുൽബർഗ് സൊസൈറ്റി ഇൻസിഡന്റ്, ബെസ്റ്റ് ബേക്കറി ഇൻസിഡന്റ് തുടങ്ങിയവ. ആദ്യമായി നരോദ പാട്ടിയ വയലൻസ് എന്താണെന്ന് നോക്കാം. ബാബു ബജ്രംഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 28-ാം തീയതി അഹമ്മദാബാദിനടുത്തുള്ള നരോദ എന്ന സ്ഥലത്ത് നടന്ന അതിദാരുണമായ സംഭവമാണ് നരോദ പാട്ടിയ വയലൻസ്. ഫെബ്രുവരി 28-ാം തീയതി രാവിലെ ഇവിടേക്ക് 5000-ത്തിലധികം ആളുകൾ ആയുധധാരികളായി എത്തുകയും അവിടെ താമസിച്ചിരുന്ന ആളുകളെ അതിദാരുണമായി മർദ്ദിക്കുകയും ഗ്യാസ് സിലിണ്ടറുകൾ കത്തിച്ച് അത് ദാരുണമായി ചുട്ടുകൊല്ലുകയും ചെയ്യുന്നു. ഏതാണ്ട് 97 ആളുകളാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടത്.
ഈ സംഭവത്തിന് നേതൃത്വം നൽകിയിരുന്ന ബാബു ബജ്രംഗിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 2012 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഗുജറാത്ത് കലാപത്തിലെ മറ്റൊരു പ്രധാന സംഭവമായിരുന്ന ഗുൽബർഗ് സൊസൈറ്റി ഇൻസിഡന്റ് എന്താണെന്ന് നോക്കാം. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഹൈ ക്ലാസ് ഏരിയ ആയിരുന്നു ഗുൽബർഗ് സൊസൈറ്റി. അവിടെയും സമാനമായ ആക്രമണ സംഭവങ്ങളാണ് അരങ്ങേറിയത്. സാധാരണക്കാരായ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും മാത്രമല്ല, ലോകസഭയിലെ അന്നത്തെ MP ആയിരുന്ന ഇഹ്സാൻ ജാഫ്രി ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെടുകയും ഉണ്ടായി. ഗുജറാത്ത് കലാപത്തിലെ മറ്റൊരു സംഭവമായ ബെസ്റ്റ് ബേക്കറി ഇൻസിഡന്റും സമാനതകൾ നിറഞ്ഞതായിരുന്നു. ഇവിടെ ജോലി ചെയ്തിരുന്ന 14 ജീവനക്കാരെ ചുട്ടുകൊല്ലുകയാണുണ്ടായത്. ഇതിൽ 11 പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ബാക്കി 3 പേർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. ഇതുപോലെ ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് സൂറത്ത്, വഡോദര, അഹമ്മദാബാദ്, ഗോധ്ര എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും 2000-ലേറെ പേർ ഈ കലാപത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഗുജറാത്ത് കലാപത്തിലെ പ്രതികളുടെ അറസ്റ്റ് നടപടികളും വിചാരണയും എല്ലാം ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം കൂടിപ്പോകും. അതിനാൽ ഞാനിവിടെ നിർത്തുകയാണ്. ഹിന്ദുവായാലും മുസ്ലിം ആയാലും കൊല്ലപ്പെട്ടതെല്ലാം മനുഷ്യരാണ്. ഈ ചരിത്രം ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വവും മതനിരപേക്ഷതയും എല്ലാ സാഹചര്യങ്ങളിലും നിലനിർത്തുവാനും ഉയർത്തിപ്പിടിക്കുവാനും ഓരോ പൗരന്മാരും കടപ്പെട്ടിരിക്കുന്നു.